അല്ലാഹു റബ്ബി. നമ്മൾ ഏതൊരു സംഗതിക്കും ഇവിടുന്ന് എവിടെ പോകണം? ഇവിടുന്ന് സൗദിക്ക് ഹജ്ജിന് പോകണം. ഹജ്ജിന് പോകണമെങ്കിൽ ഹജ്ജ് വിസ ഏതിലടിക്കണം? പാസ്പോർട്ടിലടിക്കണം അല്ലേ? കുവൈത്തേക്ക് പോകണം, വിസ ഏതിലടിക്കണം? പാസ്പോർട്ടിലടിക്കണം. നിസ്കാരം എന്ന വിസ സ്വർഗത്തേക്ക് പോകാനുള്ളതാണ്. പക്ഷെ അത് അടിക്കേണ്ടത് ഏതിലാ? അത് ഒതു എന്നുള്ള പാസ്പോർട്ടിലാണ് അടിക്കേണ്ടത്. അപ്പൊ പാസ്പോർട്ട് ശരിയാക്കണം, എന്നിട്ട് വിസ കിട്ടണം. നമ്മളെ നാട്ടിൽ നിന്ന് ഈ ഗൾഫിൽ പോണ ആൾക്കാരൊക്കെ ഇങ്ങനെ മൗലൂദ് ഒതുങ്ങാണ്ട് വേർന്നുങ്ങാണ്ടാണ് പോകല്. അപ്പൊ രണ്ട് ചെറുപ്പക്കാർ നാട്ടിൽ നിന്ന് ഭയങ്കര മൗലൂദ്, ഭയങ്കര മൗലൂദും ആൾക്കാരെ വിളിച്ചാലും നീർച്ചയൊക്കെ നല്ല ഉഷാർ. അപ്പൊ എന്തേ കുട്ടികളെന്ന് ചോദിച്ചു. ഞങ്ങൾ രണ്ടാളും ഗൾഫിൽ പോവുകയാണ്. അപ്പൊ അൽഹംദുലില്ലാ ആൾക്കാരൊക്കെ കൂടി മൗലൂദൊക്കെ ഓതി റാഹത്തായി ചോറൊക്കെ വെച്ച് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഇവർ രണ്ടാളും പോകാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം. അപ്പോൾ ഓരോട് ചോദിച്ചു, അല്ല മൗലൂദും തൊയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പോയില്ലേ എന്ന് ചോദിച്ചു. അത് പോകാനേ 2 പേപ്പറും കൂടി കിട്ടാണ്ട്. അപ്പോൾ അതേതാന്ന് ചോദിച്ചു. ഒന്ന് പാസ്പോർട്ട്, ഒന്ന് വിസയാണ്ട്. നല്ല മട്ടായി, 2 ക്ലാസ് കിട്ടാനുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു സംഗതി നടക്കുമ്പോൾ അതിൻ്റെ ഒരു അപ്പുറം ഉണ്ട് ഓരോന്നിനും. അപ്പൊ നമ്മൾ 6000 റക്അത്ത് നിസ്കാരം കിട്ടിയില്ലേ എന്ന് റസൂലുള്ളാഹി ചോദിക്കുമ്പോൾ അതിന്റെ കൂടെ ചേർന്ന് വരുന്ന സംഗതിയാണ് വുദു. അപ്പൊ ഒരാൾ 1 കൊല്ലം ജീവിച്ചപ്പോൾ എത്ര വുദുവായി? ഒരൊറ്റ വുദുവിന്റെ പ്രതിഫലം എത്രയാണ്? മൻ തവല്ലഅ ഫഅഹ്സനൽ വുദുഅ. വുദുവിനെ പറ്റി പറഞ്ഞ ഹദീസുകളൊക്കെ അങ്ങനെയാണ്. നന്നായി വുദു എടുക്കുക. അപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവരും മിക്കവാറും പേര് സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ ഹാജരായവര് അല്ലേ? രാവിലെ നമ്മൾ ഒതു കൊടുത്തു, ഒതുവോട് കൂടെ പള്ളിയിലേക്ക് നടന്നു. എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയൊക്കെ നടക്കുമ്പോൾ ഒരു 100 അടി അങ്ങോട്ട്, 100 അടി ഇങ്ങോട്ടും അല്ലേ? അപ്പൊ 200 അടി നടക്കുമ്പോൾ 100 അടി ഇടത്തേക്കാല് വെച്ചതിന് എന്തായി? അതിന് അല്ലാഹു തആല 1-ന് 10, അപ്പൊ എന്തായി? 100-ന് 1000 ആയി. 1000 അടി നരകത്തിൽ നിന്ന് ദൂരെ പോയി, 1000 അടി സ്വർഗത്തിലേക്ക് അടുത്തു. യാ റബ്ബ്. അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഓർത്ത് നോക്കൂ നിങ്ങൾ, 6000 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതൊന്നിന് ചില്ലറയാക്കി നോക്കി. 6000 റക്അത്ത് നിസ്കാരത്തിന് എത്ര വജ്ഹത്തുമായി? 6000 റക്അത്ത് നിസ്കാരത്തിന് 6000 ഫാത്തിഹായി. 6000 റക്അത്ത് നിസ്കാരത്തിന് 6000 റുക്കൂആയി. 6000 റുക്കൂഅിൽ സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി. അപ്പൊ എത്രനായി? 3 6 3 18000 ആയി. 6000 റക്അത്ത് നിസ്കാരത്തിന് 12000 സുജൂദായി. 12000 സുജൂദിൽ നമ്മൾ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി 36000 ആയി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, 1 കൊല്ലം അധികം ജീവിച്ചപ്പോൾ ഇനി ആ 6000 ഫറള് നിസ്കരിക്കുന്ന ആള് ദിവസം 17 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഫറളിന്റെ കൂടെ അതേപോലെ ഒരു 17 റക്അത്ത് സുന്നത്തും നിസ്കരിക്കുന്ന ആളാണ്. ദുഹറിന് മുമ്പ്, ദുഹറിന് ശേഷം, സുബഹിക്ക് മുമ്പ്, ഇശാക്ക് മുമ്പ്, ശേഷം, ഇങ്ങനെ സുന്നത്തും കൂടി നിസ്കരിക്കുന്ന ആളാണ്. അപ്പോൾ 1 കൊല്ലം അദ്ദേഹം 6000 റക്അത്ത് സുന്നത്തും കൂടി നിസ്കരിച്ചാൽ എത്രയായി? ആ 17 കൂടുമ്പോൾ വീണ്ടും ഒരു 6000 ആയി. അല്ലാഹു റബ്ബി. 1 കൊല്ലം അധികം ജീവിക്കുമ്പോൾ അയാൾക്ക് 3 10 കിട്ടി അല്ലേ? ഏതാണത്? മുഹറം 10 അല്ലേ? ദിൽഹിജ്ജ 10, റമളാൻ 10. 1 കൊല്ലം അധികം ജീവിക്കുമ്പോൾ അയാൾക്ക് ഒരു ലൈലത്തുൽ ഖദർ അധികം കിട്ടി. യാ റബ്ബ്. ഒറ്റ ലൈലത്തുൽ ഖദർ ജീവിച്ചാൽ 83 വർഷവും ചില്ലറയാണ്. നമ്മൾ ആകെ ആയുസ് കൂട്ടിയാൽ ഇപ്പൊ എത്ര ഉണ്ടാവും? അതിനേക്കാൾ വലിയ ലാഭമാണ് ഒറ്റ ലൈലത്ത്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നത്, 1 വർഷം അധികം ജീവിക്കുമ്പോൾ ഇവിടെ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ശ്രേഷ്ഠത എത്രയാണ്? അപ്പൊ ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭൂമിയിൽ നമ്മൾ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? സമ്പാദ്യത്തോടു കൂടെ ജീവിക്കണം. സമ്പാദിക്കുന്നതിന് അല്ലാഹു തആല പരിധി വെച്ചിട്ടില്ല. 2 സമ്പാദ്യത്തിന്. ഒരാൾ ദുനിയാവ് സമ്പാദിക്കാൻ ഇത്ര സമ്പാദിച്ചാൽ മതി എന്നൊരു കണക്കുണ്ടോ? ഒരാൾക്ക് എത്ര സമ്പാദിക്കാൻ പറ്റും? ഇപ്പൊ ചില ആളുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയും, ഇപ്പൊ പിന്നെ ഞാൻ കച്ചവടമൊക്കെ ഒഴിവാക്കിയ മക്കളെ ഏൽപ്പിച്ചു, പിന്നെ എനിക്കെന്താ പണി? ഇപ്പൊ ഇങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് നടക്കരുത്, അത് പറ്റൂല. ഒരാൾക്ക് എന്തിനാണ് അല്ലാഹു തആല തൗഫീഖ് കൊടുത്തത്? ആ തൗഫീഖ് കൊടുത്തതിന്റെ അതിന്റെ നടത്തിപ്പ് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? അത് ചെയ്തുകൊണ്ടേ നിൽക്കണം. കച്ചവടക്കാരൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കണം, കൃഷിക്കാരൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കണം, മൗലവി വഅദ് പറഞ്ഞുകൊണ്ടിരിക്കണം, മറ്റയാൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കണം, മറ്റയാൾ മദ്രസ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം, മറ്റയാൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കണം, മറ്റയാൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കണം. സമ്പാദ്യത്തിന് ഒരിക്കലും നമ്മുടെ സമ്പാദ്യം ആഖിറത്തിലേക്ക് സമ്പാദിക്കുക, അതിന് പരിധിയില്ല. ദുനിയാവിലേക്ക് സമ്പാദിക്കുക, അതിന് പരിധിയില്ല. എത്ര സമ്പാദിക്കാൻ ഒരാൾക്ക് സാധിക്കും, അതാണ് നോക്കേണ്ടത്.
സമ്പാദിച്ചെങ്കിലേ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ, സമ്പാദിച്ചെങ്കിലേ സദക്ക ചെയ്യാൻ പറ്റുള്ളൂ, സമ്പാദിച്ചെങ്കിലേ ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ, സമ്പാദിച്ചെങ്കിലേ കണ്ണ് കാണാത്താനെ, വിധവകളെ, ബാക്കിയുള്ളവരെ ഒക്കെ സഹായിക്കാൻ പറ്റുള്ളൂ. സമ്പാദിച്ച് വെച്ചിട്ട് ആരെയും സഹായിക്കാതിരുന്നിട്ട് കാര്യമല്ല കേട്ടോ. അതൊരു വലിയ പ്രത്യേകത നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മളെ നാട്ടിലൊക്കെ 2 ജീവികളെ കാണാം. ഒന്ന് പശു. പശു പ്രസവിച്ചു എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും ഒരു റാഹത്താണ്. എന്തുകൊണ്ട്? പശുവിൻ്റെ പാല് ആർക്കൊക്കെ പറ്റും? പശുവിൻ്റെ പാല് ഡോക്ടർക്കും പറ്റും, രോഗിക്കും പറ്റും, അല്ലേ? പശുവിൻ്റെ പാല് നമ്പൂരിക്കും പറ്റും, നായർക്കും പറ്റും. പശുവിൻ്റെ പാല് ഉസ്താദിനും പറ്റും, ശിഷ്യനും പറ്റും. പശുവിൻ്റെ പാല് മുതലാളിക്കും പറ്റും, തൊഴിലാളിക്കും പറ്റും. പശുവിൻ്റെ പാല് ആണിനും പറ്റും, പെണ്ണിനും പറ്റും. പശു പ്രസവിച്ചു എന്ന് കേട്ടാൽ എല്ലാവർക്കും സന്തോഷം. അല്ലാഹു റബ്ബി, എന്തൊരു റാഹത്ത! എന്താ? പശുവിൻ പാല് അത്ര എല്ലാവർക്കും ഔഷധമാണ്. അതേ സമയത്ത് അപ്പുറത്തെ തൊഴുത്തിൽ ആര് പ്രസവിച്ചു? പട്ടി പ്രസവിച്ചു. പട്ടി പ്രസവിച്ചിട്ട് എന്താ കാര്യം? അല്ലാഹു റബ്ബി, പട്ടിൻ്റെ പാലിങ്ങനെ സൂക്ഷിച്ചാണെങ്കിൽ ഹൗലങ്കരിയിൽ ടാപ്പ് വെച്ച മാതിരി വരിയായിട്ട് 10-12 വെച്ചിക്കണം. പക്ഷെ കാര്യം എന്താ ഉള്ളത്? പട്ടിക്കും പട്ടിൻ്റെ കുട്ടിയൊക്കെ പറ്റുള്ളൂ. ഞമ്മക്ക് അല്ലാഹു തആല തന്നെ നിഅമത്ത് അത് പട്ടിപ്പാല് പോലെയാണെങ്കിൽ പിന്നെന്താ സമ്പാദിച്ചതിന് കാര്യം? അത് പശുവിൻ പാല് പോലെ. അല്ലാഹു റബ്ബി, ഒരാൾക്ക് അല്ലാഹു ഇൽമ കൊടുത്തത്, ഒരാൾക്ക് ആരോഗ്യം കൊടുത്തത്, ഒരാൾക്ക് സ്വാധീനമാണ് കൊടുത്തത്, ഒരാൾക്ക് പണമാണ് കൊടുത്തത്. ഏതാണോ നിഅമത്ത്, ആ നിഅമത്ത് ഇങ്ങനെ പരന്ന് അല്ലാഹു റബ്ബി ഒരു ദിവസം അധികം ജീവിക്കുമ്പോൾ ആ ഒരു ദിവസത്തെ സമ്പാദ്യം പണം സമ്പാദിച്ചാൽ അതും ആഖിറത്തിലേക്കാണ്, ആരോഗ്യം സമ്പാദിച്ചാൽ അതും ആഖിറത്തിലേക്കാണ്. അല്ലാഹു റബ്ബി എന്ത് സമ്പാദിച്ചാലും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആഖിറത്തിലേക്ക് മാറ്റാൻ പറ്റും, ഏത് സമ്പാദിച്ചാലും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ അൽഹിഖ്ഹു ബിൽ ഊല, ഇയാളെ അയാളിലേക്ക് ചേർക്കണേ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യക്ഷ ധ്വനി അതിനുണ്ട്. വേഗം വേഗം മരിക്കലാണ് നല്ലത്. അതല്ല, ഒരു ദിവസം ഭൂമിയിൽ അധികം ജീവിക്കാൻ പറ്റുമോ? അതാണ് ഖുർആനിന്റെ നോട്ടം. അതാണ് ഖുർആനിന്റെ നോട്ടം. നമ്മൾ പഠിക്കുക, പരിവർത്തിക്കുക. ഒരുപാട് ഉദ്ഘാടനം നമ്മൾ നാട്ടിൽ കണ്ടിട്ടുണ്ടല്ലോ, അല്ലേ? അല്ലാഹു റബ്ബി, നാട മുറിച്ചിട്ട് ഉദ്ഘാടനം, പിന്നെ നമ്മൾ വാതിൽ തുറന്നുകാണ്ട് ഉദ്ഘാടനം, താക്കോൽ കൊടുത്തുകാണ്ട് ഉദ്ഘാടനം, സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഉദ്ഘാടനം. അല്ലാഹു തആല മനുഷ്യനെ പ്രമേയമാക്കി തന്നിരിക്കുന്ന ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. ഖുർആന്റെ ഉദ്ഘാടനം കണ്ടെങ്കിൽ ഖുർആൻ ഉദ്ഘാടനം ചെയ്തെങ്ങനെ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പഠിക്കുക, പഠിക്കുക, പാഠം ഉൾക്കൊള്ളുക, വീണ്ടും വീണ്ടും പഠിക്കുക, കാര്യങ്ങളിൽ ബോധവാനാകുക, വീണ്ടും വീണ്ടും പഠിക്കുക, പരിവർത്തിക്കുക, മാറ്റം വരുത്തുക, ഉയരുക, അഭിവൃദ്ധിപ്പെടുക. കച്ചവടക്കാരൻ ചെറിയ ഒരു കുംട്ടി കച്ചവടം തുടങ്ങിയതാ, ആംബ്ലേറ്റ് കച്ചവടം ഉണ്ടല്ലോ, ഇങ്ങനെ അതുമെന്ന് ഉയർന്നതാണ്. അല്ലാഹു റബ്ബി, നമ്മളെ കോഴിക്കോട്ട് കൂടെ പോയേക്കാണ് ഒരു വലിയ ഹോട്ടൽ കമ്പനി. വരാദ്യ കുന്നമംഗലത്ത് കുറച്ച് അപ്പുറത്ത് വളവിൽ തിരിഞ്ഞുകൊടുത്താൽ മാവൂർ ഗോളിയറൻസ് ഉള്ള കാലം. അവിടേക്ക് പോണ ലോറിക്കാർക്കൊക്കെ ഒരു ചായ കൊടുക്കാൻ വേണ്ടി ചെറിയൊരു ഉന്തുവണ്ടിയും ഒരു ചായ കച്ചവടം തുടങ്ങിയത്, അല്ലേ? ആ കച്ചവടം അങ്ങനെ വലുതായി. ഇപ്പോൾ കോഴിക്കോട് പട്ടണത്തിൽ ഹോട്ടലിൻ്റെ ഒരു ശൃംഖല. പഠിക്കുക, പരിവർത്തിക്കുക, ഉയരുക, പുരോഗമിക്കുക. അത് എല്ലാറ്റിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കുൽഹു അല്ലാഹു പഠിച്ചു. എത്ര കാലമായി കുൽഹു അല്ലാഹു അതിന്? പഠിച്ചോനെ, എനിക്കൊന്ന് യാസീനിലേക്ക് പുരോഗമിക്കണ്ടേ? എത്ര കാലമായി യാസീൻ ഓതിന്? എനിക്കൊന്ന് തബാറക്കും കൂടി ഓതണ്ടേ? എത്ര കാലമായി തബാറക്ക് ഓതിന്? എനിക്കൊന്ന് ഇതാവക്കാഴ്ത്തി ഓതണ്ടേ? എത്ര കാലമായി സൂറത്ത് തന്നെ ഓതിക്കൊണ്ടിരിക്കണേ? എനിക്കൊന്ന് ഖത്തം തീർക്കണ്ടേ? പഠിക്കുക, പുരോഗമിക്കുക. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ രംഗത്തും അങ്ങനെയാണ്. സ്വഹാബാക്കളൊക്കെ അതിനിങ്ങനെ താല്പര്യപ്പെട്ട് നിൽക്കുന്ന രംഗം കാണും. ഒരിക്കൽ സ്വഹാബാക്കളെ കൂട്ടത്തിൽ 2 പ്രധാനികൾ, ഏറ്റവും പ്രധാനികളായ 2 ആൾ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 2 സ്വഹാബാക്കൾ. ഒന്ന് ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രധാന സ്വഹാബിയ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവർ 2 ആളും കൂടി ഒരു ചർച്ച, ഒരു 2 ആളും കൂടി കൂടിയിരുന്ന ഒരു സംസാര മധ്യേ, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മധ്യേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ല ഉസ്മാൻ എന്നവരെ, നമ്മൾ ആ മറ്റേ പന്തലിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പം നിങ്ങളെ കണ്ടില്ലല്ലോ. അഖബ ഉടമ്പടി, മദീനക്കാരുമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു സംഭാഷണത്തിന്റെ ഉടമ്പടിയാണ് അഖബ ഉടമ്പടി. ചരിത്രത്തിൽ പ്രസിദ്ധമാണ്, ഇസ്ലാമിൽ വല്ലാത്ത ചരിത്രമുള്ള അഖബ ഉടമ്പടി നടക്കുന്ന ആ പന്തലിൽ അന്ന് ആളുകളൊക്കെ കൂടിയപ്പോൾ നിങ്ങൾ അവിടെ കണ്ടില്ലല്ലോ.
ആര് ചോദിക്കുക? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഉബൈദ, മക്കത്തെ അന്നത്തെ സാഹചര്യം നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ അതുകൊണ്ട് അവിടെ പുരുഷന്മാരായ ആരും സ്ത്രീകളെ കൂടെ ഇല്ലാത്തപ്പോൾ അവിടെ ഒരു പ്രതിസന്ധി വരും. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഉസ്മാനെ, നിങ്ങൾ ഇവിടെ മക്കത്ത് നിന്നോളി, ഞങ്ങൾ ആ അഖബ കഴിഞ്ഞ് വരാമെന്ന്. അങ്ങനെ നബിതങ്ങൾ അവിടെ ഏൽപ്പിച്ചത് കൊണ്ടാണ് അന്നത്തെ ആ ചർച്ചയിൽ ഇന്നെ കാണാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോട് അബൂ ഉബൈദ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആ ബദറിന്റെ പന്തലും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ? കണ്ടങ്ങൾ ഖൈറിന്റെ വിളിയാളങ്ങൾ, ഖൈറിന്റെ സമ്പാദ്യങ്ങൾ, അത് ഒരാൾക്കുള്ള ഖൈറ് മറ്റേ ആൾക്കും, മറ്റേ ആളെ ഖൈറ് ഇയാൾക്കും, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ബദർ സമര പന്തലും നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന്. ബദർ സമര പന്തലാണ്. ബദർ യുദ്ധം എന്നത് പിന്നെ നമ്മൾ പ്രയോഗിച്ച് ആയതാണ്. ബദർ സമരമാണ്. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. നേരത്തെ അങ്ങനെ തന്നെയാണ്. ബദർ കിസ്സപ്പാട്ട്, ബദർ പടപ്പാട്ട്, ബദർ യുദ്ധപ്പാട്ട് എന്ന് ഏതെങ്കിലും എഴുതിക്കണം ഉണ്ടോ? ബദർ യുദ്ധപ്പാട്ടില്ല. നമ്മളിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞങ്ങാട് യുദ്ധമായതാണ്. ബദർ പട അല്ലെ? ബദിരീങ്ങൾ ചോര ചിന്തി മലക്കൂകൾ വന്ന് മുന്തി പടവെട്ടിയെ ബദർ കാണാൻ കൊതിയും മുന്തി അവിടമിൽ ബസ്സും നിർത്തി ഞങ്ങൾ പാർത്തിടൈ അന്തി. പുലിക്കോട്ടിലെ ഇതിറാക്കാൻ്റെ ബദർ പടക്കും പിന്നെ ഹജ്ജ് യാത്രയിൽ കാണാം. ബദർ പടയാണ്. അപ്പോൾ ആ ബദർ സമര പന്തലിലും നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിജറയുടെ 2-ാം വർഷം ബദർ പടക്ക് വേണ്ടി പോകാനുള്ള ഒരുക്കങ്ങനെ പൂർത്തിയായി, ഞാൻ എല്ലാ സംഗതിയായിട്ട് ഒരുങ്ങി വന്നു. അപ്പോഴാണ് വീട്ടിൽ നിന്നൊരു വിവരം കിട്ടുന്നത്, ഭാര്യക്ക് തീരെ സുഖല്ല. ഭാര്യ ആരാ? മുത്തുനബിൻ്റെ മോളാണ്. അപ്പം ഞാനും റസൂലുള്ളാഹിയും കൂടി മോളെ അസുഖം കാണാൻ വേണ്ടി പോയി. ചെന്ന് നോക്കുമ്പം രോഗം കഠിനമാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു, ഉസ്മാനെ, ഞാൻ ആ ബദറിലേക്ക് പോട്ടെ, നിങ്ങൾ ഇവിടെ നിന്നോളി. അതുകൊണ്ട് ഭാര്യൻ്റെ ചികിത്സയും ബാക്കിയുള്ളതൊക്കെ ആർക്കാ കൂടുതൽ കടമ? അത് ഭർത്താവിനാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നോളും, ഞാൻ ബദറിലേക്ക് പോയിക്കോളാം. റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് വേണ്ടി ബൈഅത്തിന്റെ കൈയടിച്ചുകൊണ്ട് എന്നെയും കൂടി ബദറിൽ ഉൾപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് റസൂലുള്ള പോയി. അതുകൊണ്ടാണ് ഞാനെന്ന് അവിടെ കാണാതിരുന്നത്. കണ്ടോ നിങ്ങൾ, ഭൂമിയിൽ നടക്കുന്ന ഖൈറുകൾ, ആ ഖൈറുകളിലെല്ലാം നമ്മുടെ പങ്കാളിത്തം, ആ ഖൈറുകളിലെല്ലാം നമ്മുടെ പങ്കാളിത്തം, അതീവ പങ്കാളിത്തമുള്ള 2 രംഗങ്ങളിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കാണാത്തപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ അവിടെ കാണാതിരുന്നത്? അപ്പൊ നമ്മളൊക്കെ ഒരു ദിവസം അധികം ജീവിക്കുക, അതിലൊരു സമ്പാദ്യം. ദുനിയാവിലേക്ക് കച്ചവടം ചെയ്തു, അന്നത്തെ ലാഭം 1000 ഉറുപ്പിക. ആഖിറത്തിലേക്ക് കച്ചവടം ചെയ്തു, അന്നത്തേത് 24 റക്അത്ത് നിസ്കാരം. ആഖിറത്തിലേക്ക് കച്ചവടം, ദുനിയാവിലേക്ക്. ഒരു ദിവസം ജീവിച്ചതിന്റെ അടയാളം ഇങ്ങനെ കണ്ടുകൊണ്ട് വഫ്അലുൽ ഖൈർ, അല്ലാഹുവിന്റെ ഓർഡർ എന്താണ് ഖുർആനിൽ? വഫ്അലുൽ ഖൈർ, ഖൈർ ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക? ഫൈദാ ഫറഗത ഫൻസബ്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്. ഇവിടെയാണ് നമ്മളൊക്കെ നിൽക്കേണ്ടത്. ഈ ഖൈർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഖൈറിന്റെ വാതിൽ, നമ്മൾ ഒരു ഖൈറിനെയും നമ്മൾ നിസ്സാരപ്പെടുത്തി കാണാൻ പാടില്ല. ഒന്നിനെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. ഒരാളെ, ഒരു സാധനത്തെ, ഒരു സംഗതിയെ നിസ്സാരപ്പെടുത്തി കാണേണ്ടത്. എല്ലാം വലുതാണ്, എല്ലാം വലുതാണ്. അല്ലാഹു റബ്ബി, ഓർത്തു നോക്കൂ നിങ്ങൾ. ഒരിക്കലും നിസ്സാരപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മണ്ണിങ്ങനെ ഉരുട്ടി മറിച്ചും കൊണ്ട് നിൽക്കുന്ന ഒരു ചെറിയ ജീവി ഉണ്ടല്ലോ, അതിനെന്താ പറയാ? അതിന് വണ്ട് എന്നാ പറയാ അല്ലേ? മണ്ണിങ്ങനെ ഉരുട്ടിങ്ങനെ, ആ വണ്ടിങ്ങനെ മണ്ണ് ഉരുട്ടിയിട്ട് ഇങ്ങനെ കളിച്ചിന് കണ്ടപ്പോൾ ഒരാളതിലിങ്ങനെ നടന്നുപോയി. അപ്പോൾ അയാൾക്ക് തോന്നി, അയാൾ കാര്യപ്പെട്ട ആൾ തന്നെയാണ്, അയാൾക്ക് തോന്നി പടച്ചോ ഓരോന്നിനെ പടച്ചതൊരു ഉപകാരത്തിന് തന്നെയാണ്. പക്ഷെ ഈ ഇതിനെ കൊണ്ടൊക്കെ ഇപ്പം എന്താ ഉപകാരം? അയാളൊരു തട്ടാണ്ട് കൊടുത്തു. ഇതിങ്ങനെ മണ്ണിങ്ങനെ ഉരുട്ടി അതിനൊരു തട്ടാണ്ട് കൊടുത്തു. അങ്ങനെ തട്ടി വെക്കുമ്പോൾ അതങ്ങനെ പോരെ അങ്ങനെ എവിടെയോ പോയി വീണ്. അല്ലാഹു റബ്ബി. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ചരിത്രത്തിൽ, ഔലിയാക്കളുടെ ചരിത്രത്തിൽ കാണാം, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ കാലിൻ്റെ 2 വിരലിൻ്റെ അടിയിൽ ഒരു കുരുണ്ടായി. ഈ 2 വിരലിൻ്റെ അടിയിൽ ഈ കുരു ഭയങ്കര വേദന, കാലിന് വേദന സഹിക്കാൻ വയ്യാതെ ആയപ്പം അയാൾ എന്തായി, അത് പിന്നെ ഡോക്ടറെ അടുത്ത് സമീപിച്ചു. ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ അതൊന്ന് കീറി,
ഇപ്പൊ പിന്നെ ചെറുതായാലും വലുതായാലും ഒക്കെ ഓപ്പറേഷൻ എന്നാണല്ലോ പറയല്. അതാണ് പണ്ട് നമ്മൾ സുന്നത്തേലിയാണെന്നാണ് പറയല്. ഇപ്പൊ അതിന് മൈനർ ഓപ്പറേഷൻ എന്നാ പറയല്. മുറിച്ചലൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ ബെരലിന്റെ അടിയിൽ എന്ത് ചെയ്തു, അത് ഓപ്പറേറ്റ് ചെയ്തു. അതിനുള്ള ചെലവും കാര്യമൊക്കെ എടുത്ത് കളഞ്ഞ്. പക്ഷെ ഒരു കാര്യം, അയാൾ ആ മുറിവിൽ നിന്ന് ഒരു പക്ഷേ ചോര അല്ലെങ്കിൽ നീര്, ചോര നീര് ഇത് ഒരിക്കലും നിൽക്കണില്ല, വേദന മാറുന്നില്ല. ഇയാളിതും കൊണ്ട് കുടുങ്ങി ചികിത്സിക്കാത്ത ഡോക്ടർമാരില്ല. അവസാനം ഒരാൾ പറഞ്ഞു, ഒരു 90 വയസ്സിന് മീതുള്ള ഒരു വൈദ്യാരി ജീവിച്ചിരിപ്പുണ്ട്, പഴയ ആളാ, ഒന്ന് പോയി നോക്കിയ. ആ വൈദ്യാരെത്തി ഇയാൾ കാലും കൊണ്ട് ഒക്കെ കുഴഞ്ഞൊക്കെ ചെന്ന് വേദന സഹിക്കാൻ വയ്യ, ഇങ്ങനെയൊക്കെ ചരിത്രമൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ എല്ലാം പിന്നെ ചെയ്തിട്ട് അപ്പം അയാൾ പറഞ്ഞു, ഇതിനാകെ ഭൂമിയിൽ ഒറ്റ ചികിത്സയുള്ളൂ. അതെന്താണെന്നറിയാം, ഈ മണ്ണ് ഉരുട്ടിയിട്ട് ഇങ്ങനെ കളിച്ചതിന് ഒരു സൈസ് വണ്ടുണ്ട്, അതിന് കരിവണ്ട് എന്നാ പറയാം. ആ വണ്ടിനെ കരിച്ചിട്ട് അതിൻ്റെ പൊടി ഈ മുറിവിലിട്ടുക, 3 ദിവസം കെട്ടിയാൽ മതി, പിന്നെ അതുണ്ടാവില്ല. പണ്ട് ഇയാൾ കാലുകൊണ്ട് ഇതിനൊക്കെ എന്തിനാ അള്ള പടച്ചത് എന്ന് തട്ടി വിട്ടതാണ്. അതിനൊക്കെ തിരഞ്ഞെടുക്കുകയാണ് ഇയാൾ. വൈദ്യാരി ഇത് പറഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്, ഈ വണ്ടിനെ എവിടെയെങ്കിലും കിട്ടുമോ. അയാൾ എത്ര സ്ഥലത്ത് തിരഞ്ഞ് കാണണ്ടേ. മുഅ്മിനീങ്ങളോട് അള്ളാഹുവിൻ്റെ ഒരു ഓർഡറുണ്ട്, നിങ്ങൾ ഒന്നിനെയും നിസ്സാരപ്പെടുത്തരുത്. ഓനെന്തിനാ പറ്റുക, ഇവനെന്തിനാ പറ്റുക, ഓൻ കുറേ ഓതിനാണ്, വേറെന്തിനെങ്കിലും പറ്റുമോ ഓനെ? ഓൻ കുറേ കച്ചവടം ചെയ്യും, വേറെന്തിനെങ്കിലും പറ്റുമോ ഓനെ? നമ്മൾ അറിയാത്ത എത്ര സന്തോഷങ്ങൾ ഒരാളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നറിയോ? ഇത് അള്ളയും ഓനുമായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരാളെ, ഒരു സാധനത്തെ, ഒരു വാക്കിനെ, ഒരു ദിക്റിനെ, ഒന്നിനെയും നമ്മൾ നിസ്സാരപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ 7 ആയത്താണ്. അത് 7 എന്ന എണ്ണം വെച്ചുകൊണ്ട് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു വലിയൊരു ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് 7, നരകത്തിന്റെ വാതിൽ 7. അതുകൊണ്ട് നരകത്തിന്റെ വാതിൽ നമുക്ക് നേരെ തുറക്കപ്പെടരുതേ എന്ന് ഉറപ്പിക്കാൻ നിനക്ക് സാധിക്കണോ, ഫാത്തിഹ കൂടുതൽ ഓതുക. ഈ 7 കൊണ്ട് ആ 7നെ കാത്തോ മുഹമ്മദ് മുസ്തഫ. നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയും, ഒരു ദിവസം നമ്മൾ എത്ര ഫാത്തിഹ ഓതുന്നുണ്ട്? അങ്ങനെ ഫാത്തിഹ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാം എന്ന നിയ്യത്തിൽ നമ്മളൊരു ഫാത്തിഹ ഓതുന്നുണ്ടോ? ഫാത്തിഹന്റെ ഒരു ശ്രേഷ്ഠത അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടോ? ഫാത്തിഹ ഓതാത്തയില്ല. ഫാത്തിഹക്കൊരു പേരന്നുണ്ട്, സൂറത്തു സ്വലാത്ത്. ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി. ആ സൂറത്തിന് തന്നെ ഒരു പേരുണ്ട്, എന്ത്? സൂറത്തു സ്വലാത്ത്. നിസ്കാരം എന്നൊരു പേര് ഏതിനുണ്ട്? ഫാത്തിഹക്കുണ്ട്. ഏതൊരു നിസ്കാരം ഉണ്ടെങ്കിലും അതിൽ ഫാത്തിഹ. നിസ്കാരാണ് നരകത്തെ കാക്കണ ഏറ്റവും വലിയ അമല്. ആ അമലിൽ ഫാത്തിഹ ഇല്ലാത്ത ഒരു നിസ്കാരമില്ല, അല്ലേ? ഫാത്തിഹ 7 ആയത്താണ്. മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഹദീസുകൾ നിരവധി കാണും. ഇത് 7, അത് 7. നമുക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അതാ, നരകത്തിന്റെ 7 വാതിലാണ്. പല ഇബാദത്തുകൾ നോക്കിയാൽ നമുക്ക് 7 കാണും. തവാഫ് 7 ആണ്, സഅയ് 7 ആണ്, കല്ലെറിയുന്നത് 7 ആണ്, അല്ലേ? 7 ആഴ്ചക്ക് 7 ദിവസങ്ങളാണ്. നരകത്തിന്റെ വാതിൽ 7 ആണ്. ഒരു ദിവസം നമ്മൾ അന്നത്തെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഓർക്കണം, ഇന്ന് നരകത്തിന്റെ 7 വാതിൽ എന്നിലേക്ക് തുറക്കപ്പെട്ടോ അതല്ല അടക്കപ്പെട്ടോ. ഇന്നത്തെ ഒരു ദിവസം 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് നേരെ നരകത്തിന്റെ 7ൽ ഏഴെങ്കിലും ഒരു വാതിലോ 7 വാതിലും എനിക്ക് നേരെ തുറക്കപ്പെട്ടോ അതല്ല അടക്കപ്പെട്ടോ. അടക്കപ്പെട്ടു എന്നാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. എത്ര ഫാത്തിഹ ഓതിയിട്ടുണ്ട്? അതാണ് നമ്മുടെ ആലിമീങ്ങൾ നോക്കുക. നിങ്ങൾ പുതിയാപ്പളം അങ്ങോട്ട് ഇറങ്ങാണ്, അൽ ഫാത്തിഹ. പുതിയാപ്പളണ്ട് കയറുകയാണ്, അൽ ഫാത്തിഹ. ഒരു കച്ചവടം തുടങ്ങുകയാണ്, അൽ ഫാത്തിഹ. ഒരു വിഷയം തീരുമാനിക്കുകയാണ്, അൽ ഫാത്തിഹ. ഒരു കച്ചവടം ഉറപ്പിക്കുകയാണ്, അൽ ഫാത്തിഹ. എന്തുകൊണ്ട്? ഈ ചെയ്യാൻ പോണ സംഗതി കൊണ്ട് നരകവാതിൽ തുറക്കല്ലേ പടച്ചോനെ. ഈ കച്ചവടം ഞാൻ ചെയ്യണത് കൊണ്ട് നരകവാതിൽ തുറക്കല്ലേ പടച്ചോനെ. ഈ കല്യാണത്തിന്റെ ബന്ധം എനിക്ക് നരകം തുറക്കാൻ കാരണമാക്കല്ലേ പടച്ചോനെ, അല്ലേ? കല്യാണം കൊണ്ട് നന്നായി എത്ര പേരുണ്ട്, കല്യാണം കൊണ്ട് കേടുവന്ന് എത്ര പേരുണ്ട്. ആ പെണ്ണ് ആ വീട്ടിൽ വന്ന ശേഷം ആ കുടുംബം തന്നെ വല്ലാതെ മാറി നന്മയിലേക്ക്, ആ കുടുംബം തന്നെ വല്ലാതെ മാറി വഹാബിയത്തിലേക്ക്, ആ കുടുംബം തന്നെ മാറി നിരീശ്വരവാദത്തിലേക്ക്, അല്ലേ? അപ്പൊ ഏതിന്റെയും അവിടെ ഒരു ഫാത്തിഹ. നമ്മുടെ ആലിമീങ്ങൾ അപ്പൊ ഒരു ഫാത്തിഹ പറയും അവിടെ, അൽ ഫാത്തിഹ. എന്താണ്? നരകത്തിന്റെ വാതിൽ 7, ഫാത്തിഹയുടെ ആയത്തുകൾ 7. ഈ 7ന്റെ വർധനവ്. അപ്പൊ ഈ കൂടിയിരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ എന്നോടടക്കം ചോദിച്ചു. എന്താണ് ചോദിച്ചത്? പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ടോ?
അയാൾ അധികമായി ഫാത്തിഹ ഓതുന്ന ആളാണ്. നമ്മളെ ഫാത്തിഹ തുടങ്ങുന്നത് എങ്ങനെ നമ്മളൊരു വിഷയത്തിലേക്കാണ് കടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങാൻ ഒന്ന് കുപ്പിളിച്ചിട്ട് ഒരുങ്ങിയാൽ മതി, അല്ലേ? ഒന്ന് കുപ്പിളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലേ? ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും കുപ്പിളിക്കാതെ ഭക്ഷണം കഴിച്ചാൽ വലിയ വിഷമാണ്. പഴമക്കാര് പറയും, രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 2 ബറ്റ് വായിലിട്ടിട്ട് ആ വായിലിങ്ങനെ ആ ബറ്റിട്ടിട്ട് അതിങ്ങനെ തുപ്പി കൊടുത്തിട്ട് കോഴിക്കുട്ടി കഴിക്കാണിച്ചാൽ ആ കോഴിക്കുട്ടി ചത്തുപോകുന്നു. കാരണം രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അത്രയധികം വായ വൃത്തികേടായിട്ടുണ്ട്, വിഷാംശങ്ങൾ നിറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മളതൊന്ന് വൃത്തിയാക്കണം, എന്നിട്ടാണ് എന്താക്കല് ഭക്ഷണത്തിന് ഒരുങ്ങൽ. എന്ന പോലെ വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹക്കാണ് പ്രവേശിക്കുമ്പോൾ ഒന്ന് വായു കഴുകണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതൊരു വായു ശുദ്ധീകരിക്കലാണ്. എങ്ങനെ ശുദ്ധീകരിക്കല്? പക്ഷെ നമ്മളിത് ഓതുമ്പോ ഈ വക വിചാരമൊന്നും നമുക്ക് അല്ലേ? നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അർജന്റ് ദിക്ർ സുബ്ഹാൻ 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 സുബ്ഹാൻ. ഇപ്പൊ എത്രനായി? എത്രനായി? നമ്മൾ ഒന്നിലും ഏത് കരുതലില്ല. ഒരു മനസ്സിന്റെ അഊദുവിന്റെ കുറവല്ല, ബിസ്മിന്റെ കുറവല്ല, നമ്മളെ നിയ്യത്തിന്റെ കുറവാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പള്ളിക്കത്തെ മൊല്ലാക്കാൻ്റെ ഒരു ഫോണ് വന്ന് പെരേക്ക്, നാളെ ഉസ്താദിന്റെ ചെലവ് നിങ്ങൾ അവിടെയാണ്. പഠിച്ചോനെ, ഇതുവരെ മൊല്ലാക്ക പറയാൻ മറന്നതാണ്. രാവിലെ ഇപ്പൊ ചെലവ് മുടക്കാനോട്ട് വെച്ചാൽ അപ്പൊ എന്ത് ചെയ്തു? രാവിലെ എഴുന്നേറ്റുങ്ങാണ്ട് ഉമ്മ എന്തായി? ഒതുകൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ പഠിച്ചോനെ മോലിയാർ ചെലവാണെന്ന്. അല്ലാഹു അക്ബർ. വജ്ജഹ്തു വജിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. പഠിച്ചോനെ, ഉസ്താദിന്റെ ചെലവാള്ള റബ്ബേ, എന്താ ഇന്നത്തെ മട്ടാക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3 മൂല്യന്മാരാണോ ഇന്നിപ്പോൾ ഭക്ഷണത്തിനുള്ളതെന്ന് ആരാണോ എന്ന് അതും അറിയില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. മുഫത്തിഷ് ഉണ്ടാവുമല്ലേ എന്ന് അതും അറിയില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. കഴിഞ്ഞ മൂല്യർക്ക് മീൻ പറ്റൂലേനി, ഇയാൾക്ക് എന്ത് കട്ടക്കാലാ പറ്റാത്തതെന്ന് അതും അറിയില്ല. അങ്ങനെ ഇതിങ്ങനെ അത് മൂല്യാർ ചെലവ് ഇങ്ങനെ ആലോചിച്ചാൽ ഫാത്തിഹ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ പറഞ്ഞത് ഇന്നത്തെ നിസ്കാരം മൂല്യാർ ചെലവായിപ്പോയി. അപ്പം നമുക്ക് ഓരോന്നും നിസ്കരിക്കുമ്പോൾ നമ്മൾ ഏതാണ്? നമ്മളെ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആണ്. അഊദു അവത് എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താന്ന് നിങ്ങൾ ഈ എല്ലുമ ചിറ്റി നിൽക്കണ ഇറച്ചിക്കാണ് അവത് എന്ന് പറയാം. എല്ലുമ ഇങ്ങനെ ചിറ്റി നിൽക്കണ ഇറച്ചി ഉണ്ടല്ലോ, അല്ലാഹു റബ്ബി, അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? കടിച്ചു വലിച്ചെങ്കിൽ തന്നെ കിട്ടുള്ളൂ. അങ്ങനത്തെ അവത് എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താകണം? അഊദു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ഒട്ടി നിൽക്കുന്നു. അൽസിക്കൂന്ന് എഴുതി കാണും കിതാബ്. അഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. അഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ അഭയം പ്രാപിക്കുന്നു. അപ്പൊ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ഒട്ടി നിൽക്കുക, നമ്മൾ അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുക, നമ്മൾ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുക. ആ അടുക്കലും എങ്ങനെയായിരിക്കണം? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ അഊദു ബില്ലാഹ്, അള്ളാഹുവിലേക്ക് ഞാൻ അഭയം പ്രാപിക്കുന്നു മിനശ് ശൈത്വാനിർ റജീം. അപ്പൊ നമ്മൾ അഊദാണ് ഓതുന്നതോട് കൂടെ അതൊരു കുപ്പിളിക്കല. എന്നിട്ട് എന്ത് ചെയ്യാണ്? ബിസ്മിക്കാണ് കിടക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് 19 ഹർഫാണ്. ബിസ്മില്ലാഹി എത്ര ഹർഫാണ്? 19 ഹർഫാണ്. നരകത്തിന്റെ പാറാവുകാരായ മലായിക്കത്തിന്റെ എണ്ണം അത് 19ആണ്. നരകത്തിന്റെ പാറാവുകാരി എത്രയാണ്? 19ആണ്. ഈ 19 കൊണ്ട് ആ 19നെ കാത്തോ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ഓർക്കുക, എത്ര ബിസ്മി നമുക്ക് ഒരു ദിവസം ചൊല്ലാറുണ്ട്? ബിസ്മി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞോ? ഒരു ആയത്തിനെ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ ഒരു സൂറത്തിനെ മുറുകെ പിടിക്കുക. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു സൂറത്തിനെയോ ഒരു ആയത്തിനെയോ നമ്മൾ മുറുകെ പിടിക്കുക. അൽഹംദുലില്ലാഹ്, സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ നമ്മുടെ ഈ സഭയുടെ വല്ലാത്ത ഒരു സന്തോഷം. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങൾ പാപ്പ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട അതിഥി ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ രണ്ടാൽ ഒരു മുറുകെ പിടിക്കൽ. നാളെ ആഖിറത്തിൽ നമുക്കൊരു സാക്ഷി പറയാൻ ഒരായത്തിനെയോ ഒരു സൂറത്തിനെയോ നമ്മൾ മുറുകെ പിടിക്കണ്ടേ? ഫാത്തിഹ 7 ആയത്ത് നരകത്തിന്റെ 7 വാതിലുകളും അടക്കപ്പെടും.
ഇല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ ഖുർആനിൽ, ആ തൗറാത്തിൽ, ഇഞ്ചീലിൽ, സബൂറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന ഏതൊക്കെ അള്ളാഹുവിന്റെ കലാമുണ്ടോ ആ കലാമുകളിലെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അത് ഫാത്തിഹാൻ. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം രാജവചനമാണ്. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിസ്മി മുറുകെ പിടിക്കുന്നതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു. ഒരു ആയത്ത് അതല്ലെങ്കിൽ ഒരു സൂറത്ത് നമുക്ക് ആഖിറത്തിൽ നമുക്ക് സാക്ഷി പറയാൻ വേണ്ടേ, ആ സാക്ഷി പറയാൻ വേണ്ടി പിടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മർഫൂഅൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കഥ പറഞ്ഞു കൊടുക്കാണ് സ്വഹാബാക്കൾ. എന്താണ് ആ കഥ? ഒരിക്കൽ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. ഈസാ നബി യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന മധ്യേ ഒരു ഖബറിന്റെ അടുത്തെത്തി. ആ ഖബറിന്റെ അടുത്തെത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് നാം പ്രതീക്ഷിക്കുന്ന എല്ലാ മഹാന്മാരും ഈ സദസ്സിന്റെ ഒരു ബർക്കത്തിന് അൽഹംദുലില്ലാഹ്, സയ്യിദന്മാര്, ആലിമീങ്ങൾ, നാട്ടിലെ കാരണവന്മാർ, അൽഹംദുലില്ലാഹ്. നമ്മുടെ പ്രിയങ്കരനായ അഹ്സനി ഉസ്താദ് അദ്ദേഹത്തിന്റെ സഈന്റെ സന്തോഷം നമ്മളൊക്കെ അംഗീകരിക്കുന്നു എന്നതിന്റെ ഒരു ഫലമാണ് ഈ കാണുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറയട്ടെ, ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു ഖബറിന്റെ അടുത്തെത്തി. സ്വാഭാവികമായും ആ ഖബറിന്റെ അടുത്തൊരു സലാം പറയാൻ വേണ്ടി നിന്നപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ഖബറിലേക്ക് നോക്കി. അമ്പിയാക്കളെ കാഴ്ചക്ക് മുകളിൽ നിന്ന് നോക്കിയാലും മതി, നമ്മളെ അന്തംഗമ്മികളല്ലല്ലോ പോലെ, ഓൽക്ക് എന്ത് മതി? മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ അടിയിക്ക് കാണും. ഇപ്പം നമ്മളെ ചില ആൾക്കാരുണ്ട്, അതൊക്കെ കാണും, ഏതെല്ലാം ജീവികൾ കാണും. എൻ്റെ വീട്ടിൻ്റെ ആ 3 സ്റ്റെപ്പാണ് കയറിന് കൊടുത്ത്, താഴെ സ്റ്റെപ്പ് കൊണ്ട് ഒരു കോഴി ഇങ്ങനെ നിൽക്കണം. കോഴി അവിടെ നിൽക്കണീൻ്റെ അടക്കാ തെങ്ങും കുഞ്ഞിക്ക് ഇങ്ങനെ നോക്കി കോഴി ഒന്നിങ്ങനെ നോക്കിയിട്ട് ഒന്നിങ്ങനെ ഡാൻസ് എടുത്തിട്ട് കോഴി ഇങ്ങനെ ഒറ്റ ഓട്ടം കോഴി ഓടിയാണ് പോയിട്ട് കോഴി ഒരു കൃത്യമായ പോയിന്റിൽ കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണോട് നീക്കിയിട്ട് ഒരു പൂയാരെടുത്തിങ്ങാണ്ട് കോഴി ഇങ്ങനെ കൊത്തി തിന്നൽ തുടങ്ങി. അടിയിൽ കൂടെ പൂയാര പോകണ്ടെന്ന് കോഴി ഇവിടുന്ന് കണ്ടില്ലേ? കോഴിക്കളെ കൂട്ടത്തിൽ ഒറ്റ ഹാബികളും ഇല്ല. അപ്പം അതാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കഴിവുകൾ അല്ലാഹു തആല കൊടുത്തത് പല ജീവികൾക്കും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓൽക്കറിയാം. മണ്ണിൻ്റെ അടിയിൽ കൂടെ പോണത് കോഴി തന്നെ കാണുന്നുണ്ട്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ഖബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഖബറിൽ കിടക്കുന്ന ആള് ഒറ്റക്ക് കിടന്നിട്ട് അദാബ് അനുഭവിക്കുക. ആ ഖബറിന്റെ ഒരു വല്ലാത്ത അവസ്ഥ അത് കണ്ടു ഈസാ നബി അലൈഹിസ്സലാം പെട്ടെന്ന് ബേജാറായി. അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്ര തുടർന്ന് ആവശ്യം എവിടെയാണോ ആ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം പൂർത്തിയായി ഈസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരുമ്പോൾ നമ്മൾ പഠിക്കണം. ഈസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ ഖബറുള്ള സ്ഥലത്തെത്തി. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിന്റെ അടുത്തെത്തിയപ്പോൾ ഇവിടെയുള്ള ഖബർ, ആ ഖബറിന്റെ അടുത്തെത്തിയപ്പം വീണ്ടും ആ ഖബറിലേക്കൊന്ന് നോക്കി. അപ്പോൾ ഒരു അത്ഭുതം നമ്മൾ പഠിക്കണം കേട്ടോ ദീനിനെ. ഒരു വല്ലാത്ത അത്ഭുതം എന്താണ് കാണുന്നത്? ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഖബറിൽ കിടക്കുന്ന ആള് നല്ലൊരു പുതപ്പൊക്കെ പുതച്ചിട്ട് ചിരിച്ചിങ്ങനെ കിടക്കുകയാണ്. പടച്ചോനെ റബ്ബേ, ഈസാ നബി ഒന്നിങ്ങനെ നോക്കി, ഇതിപ്പോ അങ്ങോട്ട് പോകുമ്പോ കണ്ട ഖബർ തന്നെ അല്ലേ? ഖബറും അടയാളമൊക്കെ അതന്നെ. അങ്ങോട്ട് പോകുമ്പോ ഖബറിൽ അദാബാണ്, ഇങ്ങോട്ട് വരുമ്പോ ആ ഖബറിൽ കിടക്കുന്ന ആള് ചിരിച്ച് കിടക്കാണ്. ഖബറിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന വ ഇമ്മാ ഹുഫറത്തും മിൻ ഹുഫരിൻ നീറാൻ. ഒരു പക്ഷേ ഖബർ എന്താണ്? ഒരു സ്വർഗ്ഗത്തോപ്പാണ്, അതല്ലെങ്കിൽ നരകക്കുണ്ടാണ്. അങ്ങോട്ട് പോകുമ്പോ ഖബർ കണ്ടത് നരകക്കുണ്ടായിട്ടാണ്, ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെ കാണുന്നത്? പുഞ്ചിരിച്ചിങ്ങനെ കിടക്കാണ്. അപ്പൊ ഈസാ നബി ഉടനെ, അള്ളാഹുവിന്റെ റസൂലാണ് ഈ കഥ പറയണത് കേട്ടോ, അല്ലാഹു റബ്ബി. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം ഉടനെ ചോദിക്കുന്നുണ്ട്, പടച്ചവനെ ഇതെന്തൊരു അത്ഭുതമാണ്, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ ഖബറിൽ അദാബ് അനുഭവിക്കാണ്, ഇപ്പൊ ഇയാൾ കിടക്കുന്നത് സന്തോഷത്തിൽ, ഇതെന്തൊരു അത്ഭുതമാണ്. അത് ചോദിക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട്, ഓ ഈസാ, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ടത്, ആ മരിച്ചു കിടക്കുന്ന ആളെ കണ്ടത് അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് കണ്ടത്. അപ്പൊ ഈസാ നബി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എങ്ങനെയാ നന്നായത്? ഖബറിൽ തൗബുണ്ടോ? ഖബറിൽ തൗബുണ്ടെങ്കിൽ അസിയെ വല്ല ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് അവിടെ തൗബയും ചെയ്ത് അങ്ങനെ കടന്നാൽ പോരെ. ഹജ്ജും ഇല്ല, ഉംറയില്ല, കച്ചവടമില്ല, ഇല്ല, ബാക്കിയുള്ളതുമില്ല, ഒന്നുമില്ല, നമുക്ക് അവിടെ തൗബയും ചെയ്ത് കടന്നാൽ പോരെ. അപ്പോ ചോദിച്ചു.
അപ്പൊ അള്ളാഹു താലയോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ ഇപ്പൊ ഇതെന്തൊരു അത്ഭുതമാണ്. അപ്പൊ അള്ളാഹു താല അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയ കാര്യം ഓർക്കണം നമ്മൾ. അള്ളാഹു താല അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഓ ഈസ, ഈ മനുഷ്യൻ മുഅ്മിനായ മനുഷ്യനാണ്, നല്ല ഈമാനുള്ള ആളാണ്. പക്ഷെ ജീവിതത്തിൽ കുറച്ച് പാളിച്ചകളൊക്കെ പറ്റിപ്പോയി. അതിന് തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ മരണപ്പെട്ടു. അങ്ങനെ ആൾ മരണപ്പെട്ടപ്പോൾ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾക്കുള്ള ശിക്ഷ ഖബറിൽ അനുഭവിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങോട്ട് പോകുമ്പോൾ കണ്ടത്. അപ്പൊ ഇങ്ങോട്ട് ഇപ്പൊ എന്തേ മാറ്റം വന്നത് പടച്ചോനെ? അപ്പൊ അല്ലാഹു തആല പറയുകയാണ്, ഓ ഈസാ, നിങ്ങൾ കേട്ടു നോക്കൂ, ഇയാൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയായ ആ പെണ്ണ് ഭർത്താവ് മരിച്ചു. പക്ഷേ ആ ഗർഭം കാത്തു സൂക്ഷിച്ച് 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചു. ആ ഒരു നല്ലൊരു ആൺകുട്ടി. ആ ആൺകുട്ടി ആ ഉമ്മ പോറ്റി വളർത്തി. ആ ഉമ്മ എപ്പോഴും അള്ളാഹിനോട് പറയും, പടച്ചവനെ, ഈ ചോരപ്പൈതന്റെ വാപ്പ കുട്ടിനെ കണ്ടിട്ടില്ല, കുട്ടി വാപ്പാനെ കണ്ടിട്ടില്ല, എനിക്കും അവന്റെ വാപ്പാക്കും ഈ ഒരു കുട്ടി മാത്രമല്ലേ ഉള്ളൂ, എൻ്റെ കുട്ടിനെ നന്നാക്കി തരണേ. അള്ളാഹിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കും. ആ കുട്ടിക്ക് ഇപ്പോൾ 5-6 വയസ്സായി. ആ കുട്ടിയെ ഉമ്മ കൊണ്ടുപോയിട്ട് ഒരു മുഅല്ലിമിനെ ഏൽപ്പിച്ചു കൊടുത്തു, ഒരു ഉസ്താദിന്. ഓ ഈസാ, നിങ്ങൾ കേട്ടോ, ആ ഉസ്താദ് ആ കുട്ടിക്ക് ഓതിക്കൊടുക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദ് ഓതിക്കൊടുക്കുന്നു, കുട്ടി ഓതുന്നു, ബിസ്മില്ലാഹി അർ-റഹ്മാനി അർ-റഹീമി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുട്ടി എന്താണ് ഓതുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണക്കടലായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ദയാലുവായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വിട്ടുവീഴ്ച ചെയ്യുന്നവനായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിങ്ങനെ കുട്ടി ഭൂമിന്റെ മുകളിൽ ഓതിക്കൊണ്ടിരിക്കുക. ഓന്റെ വാപ്പാനെ ഞാൻ താഴെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു തആല ഈസാ നബിയോട് പറയുമ്പോൾ, ഇന്നിസ്തഹയൈതു മിൻ അബ്ദി അൻ ഉഅദ്ദിബഹു ഫീ ബത്നിൽ അർളി വവലദുഹു യദ്കുറു ഇസ്മി ഫീ ലഹരിഹാ. ഓ ഈസാ, നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, 8ഉം 8ഉം തിരിയാത്ത ചോര പൈതലാകുന്ന 6 വയസ്സുകാരൻ ചെറിയ കുട്ടി, ആ കുട്ടി ഇങ്ങനെ ഓതുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണക്കടലായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ അല്ലാഹ്. അതിങ്ങനെ ആ കുട്ടി ഓതുക. ഓൻ്റെ വാപ്പാനെ ഞാൻ ഇവിടെ ശിക്ഷിക്കുകയും ചെയ്യാം. ഇത് രണ്ടും കൂടി എൻ്റെ റഹ്മത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് കുട്ടി ബിസ്മില്ലാഹി ഓതിയതിൻ്റെ ഫലമായി വാപ്പാൻ്റെ ദോഷം ഞാൻ പുറത്തു കൊടുത്തു. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. വിശുദ്ധ ഖുർആന്റെ ഒരായത്ത് നമുക്ക് ഉറപ്പുണ്ടായാൽ മതി. വിശുദ്ധ ഖുർആന്റെ ഒരായത്ത് നമുക്ക് പിടുത്തണ്ടായാൽ മതി. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, 114 സൂറത്തുകളുണ്ട്. ഒരു ഖുൽ ഹുവല്ലാഹുവിന്റെ ഒപ്പം നിൽക്കുക, ഒരു സൂറത്തുൽ ഫാത്തിഹന്റെ ഒപ്പം നിൽക്കുക. അള്ളാഹുവിന്റെ ഖുർആന്റെ രാജവചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുടിക്കുമ്പോഴും ബിസ്മില്ല, തിന്നുമ്പോഴും ബിസ്മില്ല, ഏതിനും ബിസ്മില്ല. എന്താണത്? അലൈഹാ 19. നരകത്തിന്റെ പാറാവുകാര് 19ആണ്. ബിസ്മില്ലാഹിന്റെ ഹർഫ് 19ആണ്. ഈ 19 കൊണ്ട് ആ 19നെ കാത്തോ. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ സൂറത്തുൽ അഅ്ളം, സൂറത്തുൽ കാഫിയ, സൂറത്തുൽ ഷാഫിയ, സൂറത്തു സ്വലാ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് 20ഓളം പേരുകളെ കൊണ്ട് പ്രസിദ്ധമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ അഅ്ളം, സൂറത്തു സ്വലാ, സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തു സ്വലാ, സൂറത്തു ദുആ, സൂറത്തു സുആൽ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാറ്റിനും മതിയായത്, എല്ലാറ്റിനും തികഞ്ഞത്, എവിടേക്കും വെക്കാൻ പറ്റിയത്, ഏത് വിഷയത്തിനും പരിഹാരമായത്, ഇങ്ങനെയൊക്കെ അർത്ഥമുള്ള ഫാത്തിഹയെ നമ്മൾ മുറുകെ പിടിക്കാം. ഒറ്റക്ക് ഖബറിൽ കിടക്കുമ്പോൾ ഫാത്തിഹന്റെ ഒരു സഹായം പ്രതീക്ഷിക്കാം. ആഖിറത്തിൽ നിൽക്കുമ്പോൾ ഫാത്തിഹന്റെ ഒരു സഹായം പ്രതീക്ഷിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുറുകെ പിടിക്കുക. എത്ര ബിസ്മി, എത്ര ബിസ്മി, എത്ര ബിസ്മി, എത്ര ബിസ്മി. 786 ബിസ്മി ഓത ദ്വാരക്ക, 786 ബിസ്മി ഓത ദ്വാരക്ക, 786 ബിസ്മി ഓത ദ്വാരക്ക. ദുനിയാവും ആഖിറവും അങ്ങനെ. മക്കളില്ലാത്ത ദമ്പതികൾ രണ്ടാളും ഓതു കൊടുത്തു. രണ്ടാളും 786 ബിസ്മി ചൊല്ലി അള്ളാഹിനോട് ദ്വാർന്നു. 2 മക്കളായി. അൽഹംദുലില്ലാഹ്. ദുനിയാവിലേക്കും ബിസ്മില്ല, ആഖിറത്തിലേക്കും ബിസ്മില്ല. ഒരായത്തോ ഒരു സൂറത്തോ നമുക്കൊരു കാവൽ വേണ്ടേ?
അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് ചോദിച്ചത് ആവർത്തിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് ഖുർആനിലെ ഒരായത്തോ ഒരു സൂറത്തോ ഒരു തണിയുണ്ടോ, ഒരു പ്രതീക്ഷയുണ്ടോ? ഉണ്ടാകണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ വരുന്നതിന് മുമ്പ് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാൻ തങ്ങൾ അവറുകൾ എത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ എത്തിക്കൊണ്ടിരിക്കണത് ഒരു വെപ്പും എത്താതെ പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസരങ്ങൾ കിട്ടുമ്പോൾ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഏതായാലും നമ്മുടെ മമ്പീദി അഹ്സനി ഉസ്താദിൻ്റെ ഈ സഅയ് വല്ലാത്ത ഒരു സഅയാണ്. അല്ലാഹുവേ നീ നല്ല ഖൈറ് കൊണ്ട് തൗഫീഖ് വർദ്ധിപ്പിക്കണേ അല്ലാ.